ഏറെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നും പുറത്തു വന്നത്. ഒരു ബസ്സിന്റെ മുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞ് കുടുങ്ങുന്ന വാർത്ത. പിന്നീട് ആ കുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുത്തു. കുഞ്ഞിനെ റോഡിൽ കണ്ടപ്പോൾ ആദ്യം തങ്ങൾ നടുങ്ങിപ്പോയെന്നാണ് കൊണ്ടോട്ടിയിലെ സഫ മർവ ബസ് ഡ്രൈവർ ചന്ദ്രൻ പറയുന്നത്. ബസ് റോഡിന്റെ കുറുകെ ഇട്ടാണ് നിർത്തിയത്. ഉടൻ കണ്ടക്ടർ നവാസ് കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിച്ചു. ദൃശ്യങ്ങൾ വൈറലായതോടെ ഗതാഗത വകുപ്പ് മന്ത്രിയും മന്ത്രി ബിന്ദു കൃഷ്ണയും ഇവരെ അഭിനന്ദിച്ചു. കൈക്കുഞ്ഞിനെ രക്ഷിച്ച ബസ് ജീവനക്കാരെ മോട്ടോർ വാഹന വകുപ്പും ആദരിച്ചു. ആ പിഞ്ചു കുഞ്ഞ് റോഡിന്റെ നടുവിലിരിക്കുന്ന ദൃശ്യം കണ്ട് നമ്മളൊക്കെ നടുങ്ങിയതാണ്. അതേ നടുക്കമാണ് ഡ്രൈവർ രാമചന്ദ്രനും ആ കുട്ടിയെ റോഡിന്റെ നടുവിൽ കണ്ടപ്പോൾ തോന്നിയത്. ആ ബസ് റോഡിന് കുറുകെയിട്ട്, അതായത് മറ്റു വണ്ടികൾ വരരുത് എന്ന് വിചാരിച്ച് റോഡിന് കുറുകെ ആ ബസ് നിർത്തിയാണ്. തുടർന്നാണ് നവാസ് കണ്ടക്ടർ കുട്ടിയെ എടുത്തത്. തുടർന്ന് റോഡിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ വീടും റോഡും തമ്മിൽ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത് എന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്ത് ഒരു അശ്രദ്ധയുണ്ടായെന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ബസ് ഡ്രൈവറും ജീവനക്കാരുമാണ് ആ കുട്ടിയെ രക്ഷിച്ചത്. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ രാവിലെ സ്കൂൾ ടൈമാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് വാഹനങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുന്ന സമയം കൂടിയാണ്. ഒരു പക്ഷേ ആർക്കെങ്കിലും ആ വാഹനം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തമായിരുന്നു ഉണ്ടാകുമായിരുന്നത്. എന്നാണെങ്കിലും രാമചന്ദ്രൻ്റെയും നവാസിൻ്റെയും സംയോജിതമായ ഇടപെടൽ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. നമുക്കൊക്കെ ഒരുപാട് ആശ്വാസമായി ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ തന്നെ. ഇതിനുശേഷം രാമചന്ദ്രനും ഒരുപാട് അഭിനന്ദനങ്ങളാണ് വരുന്നത്. ഗതാഗത മന്ത്രിയും സാമൂഹ്യക്ഷേമ മന്ത്രിയും ഒക്കെ, അതേപോലെ സ്ഥല MLA TP അഷ്റഫലിയൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്നാണ് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നത്. മാത്രം ഗതാഗത വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അദ്ദേഹത്തെ ആദരിക്കുക സാഹചര്യം ഉണ്ടായി. നാട്ടുകാരും എല്ലാവരും ഇത്തരത്തിലൊരു സംഭവം ചെയ്തതിന് അയാളെ അഭിനന്ദിക്കുകയാണ്. എന്നാണെങ്കിലും വലിയ ഒരു അപകടത്തെയാണ് സംയോജിതമായ ഇടപെടൽ കൊണ്ട് അവിടെ ഒഴിവാക്കാൻ ഈ ജീവനക്കാർക്ക് സാധിച്ചത്. ഈ റോഡിനടുത്ത് വീടുള്ള എല്ലാവരും കുറെ കൂടി ജാഗ്രത ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കാണിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വീട്ടുകാരെ ഒന്നും നമ്മൾ ഈ വിവാദത്തിലേക്ക് ഇതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നില്ല, അവരെ കൊണ്ടുവരുന്നില്ല. പക്ഷേ ഒരു ജാഗ്രത കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും റോഡിനോട് ചേർന്ന് വീടുകളുള്ള കുട്ടികളുള്ള എല്ലാവരും കുറെ കൂടി ശ്രദ്ധ ഇക്കാര്യത്തിൽ കാണിക്കണം. വാതിലടച്ചിടണം, ഗേറ്റ് അടച്ചിടണം എന്നുള്ള കാര്യത്തിൽ കാണിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലായ്പ്പോഴും രാമചന്ദ്രനെ പോലെ ഒരു ഡ്രൈവർ ആയിരിക്കില്ല ആ നിരത്തിലൂടെ ചിലപ്പോൾ വണ്ടി ഓടിക്കുക എന്ന് നമ്മളെല്ലാം ഓർക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.